ഹലോ, സുഖാണോ? അങ്ങനെ നമ്മൾ നേരെ കൊമ്പൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കാൻ പറ്റില്ല. നേരെ അകത്തേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ, നല്ല നാടൻ വൈബ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. തനി കേരള വൈബ്. അകത്തേക്ക് കയറിയപ്പോൾ ഫുൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്. ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് അവർ തന്നു. ഒരു ഗ്വാവ ജിഞ്ചർ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. നല്ല ഡ്രിങ്ക് ആയിരുന്നു. ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള, ഈ ചൂടത്ത് ചെന്ന് കയറുമ്പോൾ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടി ഒരു അപ്പവും ബീഫ് കറി ഓർഡർ ചെയ്തു. ബീഫ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബീഫ് കറി അല്ല, തനി നാടൻ ഷാപ്പിലെ ബീഫ് കറി. അമ്മയ്ക്കാണെങ്കിൽ ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ആ ഒരു അപ്പം എടുത്ത് കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിച്ച് കഴിച്ചു നോക്കി. നാടൻ ഫീലൊക്കെ കിട്ടി. പക്ഷേ ആ ഒരു ബീഫ് കറിക്ക് കുറച്ച് ആ, ഒരു സോസി ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡ്, ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ്. പിന്നെ ഞാനൊരു മിൻറ്റ് ലൈം സോഡയും കൂടി ഓർഡർ ചെയ്തു. നല്ലൊരു സോഡ ലൈം ആയിരുന്നു, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ എത്രയൊക്കെ ചൂടും ഏരിയയൊക്കെ ആയപ്പോൾ എന്നാൽ പിന്നെ ഒരു ഫലൂഡയും കൂടി അങ്ങ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫലൂഡ എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച മറ്റേ ഗ്ലാസ്സിലേക്കാണ്. പക്ഷേ ഒരു ചട്ടിക്കകത്ത് വാഴയിലക്കകത്ത് 3 തരം ഐസ്ക്രീം സ്കൂപ്സും ഇട്ട് 3 സ്റ്റിക്സും പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. 3 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫലൂഡ തന്നെയായിരുന്നു. ഫലൂഡ കഴിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. 4 വശത്തു നിന്നും സ്പൂണ് വന്ന് കാലി. സാധനം കാലിയായി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയാണ് ബില്ല് വന്നത്, 69 ദിറംസ്. കുഴപ്പമില്ല ഗൈസ്. ആ ഒരു ചട്ടി ഫലൂഡയ്ക്ക് ഞാൻ മോശമായിട്ടൊന്നും പറയാനില്ല. 21 ദിറംസിന് ലാഭം തന്നെയാണ്. അപ്പം ബൈ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും.